Hi students, welcome to our class. Last class we were discussing about languages and milestones of language. First of all, let me once again remind you what is language. Language is a system of symbols which is combined by some rules and that is used to കമ്മ്യൂണിക്കേറ്റ് ഇൻഫോർമേഷൻസ്. നമ്മൾ ഒരു ഇൻഫോർമേഷൻസ് നമ്മുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻസിനെ, ഐഡിയാസിനെ, നമ്മുടെ തോട്ട്സിനെ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ലാംഗ്വേജ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ മൈൽ സ്റ്റോൺസ് ഓഫ് ലാംഗ്വേജ്. ആൻഡ് today we will be dealing with structure of languages. What are the elements that are important while understanding a language or using a language? There are some elements and we will be dealing with that elements in this class. Language share common characteristics on all languages. ഏത് ലാംഗ്വേജ് ആണെങ്കിലും എന്തുണ്ട്, ഓരോന്നിനും കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ ഈവൻ ഇറ്റ് ഈസ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, വാട്ട് എവർ ഇറ്റ് ബി, ഉറുദു, വാട്ട് എവർ ഇറ്റ് ബി, ദേ ഷെയർ സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് വിൽ ബി important in any languages. Mainly the structure of language consists of sounds that exist within the language words. The sound of the language words is important, its meaning is important, and there will be some rules that is used to make these words into other words or connecting one word to another and making it a meaningful sentences. These all things we will be discussing. Mainly there are 6 elements of languages. ലാംഗ്വേജിന് മെയിൻ ആയിട്ടുള്ളത് 6 എലമെൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ് ആ 6 എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോണീംസ്. വി ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ഫോണറ്റിക്സ്. നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഫോണറ്റിക്സ്. വാട്ട് ഇസ് ഫോണറ്റിക്സ്? ദാറ്റ് ഈസ് സൗണ്ട്, പ്രൊനൗൺസിയേഷൻ. വി ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ഫോർ ദ സൗണ്ട് ഓഫ് ദ വേർഡ്. ദിസ് ഇസ് സെയിം. Phoneme is the basic unit of sound in a language. ഒരു ലാംഗ്വേജിൻ്റെ സൗണ്ടിൻ്റെ യൂണിറ്റിനെയാണ് സൗണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോണീം എന്ന് പറയുന്നത്. ഹൗ വി വിൽ മേക്ക് ദ സൗണ്ട് ഓഫ് ദാറ്റ് വേർഡ് ഓർ മേക്ക് ദ സൗണ്ട് ഓഫ് ദാറ്റ് ലെറ്റർ. ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ, ഒരു ആൽഫബറ്റിന് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടെങ്കിൽ ആ സൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ പ്രൊഡ്യൂസിങ് ഓർ പ്രൊനൗൺസിങ് എ വേർഡ് ആൻഡ് ദസ് എ സെൻറ്റൻസ്. Phonemes are made by adjusting the vocal cord and moving the tongue, lip and mouth in wonderfully precise ways to produce vibrations in the airflow from the lungs. നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതാണ്. there is the role of vocal cord. vocal cordന് റോളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വോക്കൽ കോഡിൽ നിന്ന് നമ്മുടെ ലങ്ങിൽ നിന്ന് വരുന്ന എയർ വോക്കൽ കോഡിലൂടെ ബ്ലോ ചെയ്തിട്ട് ആൻഡ് നമ്മുടെ ടങ്ങും ലിപ്പും മൗത്തും അതിനനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫോണീംസ് അല്ലെങ്കിൽ സൗണ്ട് ഓഫ് ദറ്റ് വേർഡ് എന്ന് നമ്മൾ പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആർ അവൈലബിൾ. മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്പീച്ച് സൗണ്ട്സ് ആർ അവൈലബിൾ. These are depending on mainly 3 factors. They are frequency. Frequency means the number of vibrations per second. അപ്പോൾ ഈ ഫോണീംസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് പറയുന്നത്. ഫ്രീക്വൻസി, നമ്പർ ഓഫ് വൈബ്രേഷൻ, എത്രത്തോളം എയർ ബ്ലോ വൈബ്രേഷനിലായിട്ട് വേവ്സ് ഫ്ലോ ചെയ്യുന്നുണ്ടോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും. അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി മീൻസ് എനർജി ഓഫ് വൈബ്രേഷൻ. നമ്മുടെ ലങ്ങിൽ നിന്ന് വരുന്ന ആ വൈബ്രേഷൻസ് എത്രത്തോളം എനർജറ്റിക് ആണോ അതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫോണീംസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ചില വേർഡ്സ് നമ്മൾ നന്നായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടാണ് പറയുക, സ്ട്രെസ്സ് കൊടുത്താണ് പറയുക. ചിലത് നമുക്ക് ഭയങ്കര കൂളായിട്ട് തന്നെ സ്ട്രെസ് ഒന്നും കൊടുക്കാതെ നോർമലായിട്ട് പറയാം. അപ്പോൾ അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഈസ് എ പാറ്റേൺ ഓഫ് വൈബ്രേഷൻ ഓവർ ടൈം. ഇനി നമ്പർ പറഞ്ഞു, വൈബ്രേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി പറഞ്ഞു. ഇനി ഓരോ വൈബ്രേഷനും ഓരോ സമയത്ത് എന്ത് പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നത് അത് ബേസ് ചെയ്തിട്ട് എന്തുണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുള്ള
ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഫോണീംസിന് ആക്ച്വലി ഇറ്റ് എഫക്ട് ദ സ്പീച്ച് മീനിങ്. നമ്മൾ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ലെറ്ററിനെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മീനിങ്ങിനെ തന്നെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ പറയുകയാണെങ്കിൽ മൈൽ സ്റ്റോൺസ് പഠിച്ചു അല്ലേ. സോ ബേബീസിലൊക്കെ ഫസ്റ്റ് ക്രൈയിങ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഫോണീംസിൻ്റെ ഡെവലപ്മെൻറ്റ് ആക്ച്വലി വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂറിങ് ബാബ്ലിംഗ്. When they make a babbling sound, they will be developing phonemes. Until then, they are not developing any phonemes. They are just crying and cooing, but the development of phonemes, sounds, are coming or beginning at their babbling sound. And this sound combined to form single words. In this period, they use hollow phrase single word. So babies ഒക്കെ ബേബിളിംഗ് സൗണ്ടിൽ ചെറിയ ഇപ്പോൾ ഇഫ് ദേ വോണ്ട് മിൽക്ക് ദേ വിൽ ജസ്റ്റ് സേ മിൽക്ക്, വിച്ച് മീൻസ് ദാറ്റ് ദേ ആർ ഇൻ നീഡ് ഓഫ് മിൽക്ക്. അപ്പോൾ അവർ ആ ഒരു ഏജിലൊക്കെ എന്താ ഉണ്ടാവുക, ചെറിയ വേർഡ്സ് ആണ് പറയുക. സോ അവർ അത്രയും ഡെവലപ്മെൻറ്റേ അവർക്ക് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൽ കൂടുതലായിട്ടുള്ള ഡെപ്ത് മീനിങ് ഒന്നും വേണ്ട. ദേ വിൽ യൂസ് വേർഡ്, എ സിംഗിൾ വേർഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദെയർ നീഡ്. So second one is semantics. What do you mean by semantics? Yeah, semantics is the meaning of words and sentences. That is, we are giving importance to the meaning now. We have given about sound, and now we are going to determine the meaning of the words or sentences. So why children learn new words, they often make mistakes. So നമുക്കെന്നെ അറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ്, we makes regular mistakes in learning words or sentences. There are two common mistakes any usually commit. മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഒന്ന് ഓവർ എക്സ്റ്റെൻഷൻ. എന്താണ് ഓവർ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു എക്സ്റ്റെൻഡ് ദ മീനിങ് ഓഫ് എ വേർഡ് ബിയോണ്ട് ഇറ്റ്സ് ആക്ച്വൽ യൂസേജ്. ഫോർ എക്സാമ്പിൾ, കാർ ഫോർ ഓൾ വെഹിക്കിൾസ്. ദാറ്റ് ഈസ് വി ആർ ഓവർ എക്സ്റ്റെൻഡിങ് അവർ മീനിങ്. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയാണെങ്കിൽ ഏതൊരു വെഹിക്കിൾ കണ്ടാലും ആ കുട്ടി എന്ത് പറയുക, കാർ എന്ന് പറയുക. അതായത് ഒരു വേർഡിൻ്റെ മീനിങ്ങിനെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാത്തിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. ഇപ്പോൾ ഒരു കുട്ടി 4 കാലുള്ള ഏതൊരു മൃഗത്തിനെ കണ്ടാലും ഷീ വിൽ സേ കൗ എന്ന് പറയുക, അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയുക. അതായത് അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇൻഫോർമേഷനെ, ആ ഒരു മീനിങ്ങിനെ അവർ മറ്റൊന്നിലോട്ട് കൂടെ എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ അവർ എല്ലാത്തിനും, ഇപ്പോൾ ക്യാറ്റിനെ കണ്ട കുട്ടിക്ക് നമ്മൾ ടൈഗറിനെ ലയണിനൊക്കെ കൊടുത്താലും ആ കുട്ടി എന്താണ് പറയുക, ക്യാറ്റ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള മീനിങ്ങിനെ എന്ത് ചെയ്യാണ്, ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓവർ എക്സ്റ്റെൻഷൻ. നെക്സ്റ്റ് വൺ ഇസ് അണ്ടർ എക്സ്റ്റെൻഷൻ. അണ്ടർ എക്സ്റ്റെൻഷൻ മീൻസ് ലിമിറ്റിംഗ് ദ വേർഡ്സ് ഓഫ് മീനിങ് ഓഫ് വേർഡ്സ് മോർ ദാൻ ഇറ്റ്സ് അപ്രോപ്രിയേറ്റ്. അപ്രോപ്രിയേറ്റ് ആയ ഒന്നിനേക്കാളും എന്ത് ചെയ്യുക, കുറച്ച് അതിനെ മീനിങ് നമ്മൾ കണ്ടെത്തുക. അതായത് നേരത്തെ നമ്മൾ എല്ലാത്തിനും ഒരേ മീനിങ് കൊടുക്കുകയായിരുന്നു. ഇവിടെ റിക്വയർഡ് ആയ മീനിങ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ക്യാറ്റ് എന്ന് പറയുന്നത് അവരുടെ പെറ്റാണെങ്കിൽ അതിനെ മാത്രമാണ് അവരെന്ത് പറയുന്നത്, പെറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി ഇപ്പോൾ ഡോഗ്, ബേർഡ്സ് എല്ലാം പെറ്റാണ്. പക്ഷേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് ഉണ്ടാവില്ല. വെൻ സംവൺ സേ അബൌട്ട് പെറ്റ് ദേ വിൽ സേ ക്യാറ്റ്. അപ്പോൾ അവരുടെ ഒരു ഇൻഫോർമേഷൻ, അവർക്ക് കിട്ടുന്ന ഒരു വേർഡിൻ്റെ ഒരു മീനിങ്ങിനെ അവരെന്ത് ചെയ്യാണ്, അണ്ടർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ഓവർ എക്സ്റ്റെൻഷൻ ആയിരുന്നു. തേർഡ് വൺ ഈസ് ഗ്രാമർ. Grammar means it is a system of rules governing the structure and use of a language. ഒരു ലാംഗ്വേജിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം അതിന് ഗവേൺ ചെയ്യുന്ന ഒരാളാണ്, അതിന് വേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഗ്രാമർ എന്ന് പറയുന്നത്. സോ വൈൽ സ്റ്റഡിങ് അബൌട്ട് ഇൻ സൈക്കോളജി എ നെയിം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് നോം ചോംസ്കി. നോം ചോംസ്കി എന്ന് പറയുന്ന ആ ഒരു നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീ ഡിഡ് എ ലോട്ട് ഓഫ് സ്റ്റഡീസ് റിഗാർഡിങ് ലാംഗ്വേജ്. He was a psychologist and he did a lot of studies regarding languages in humans and animals. So he said that humans have a innate ability to understand and produce language through language acquisition device. So നമ്മളും ആനിമൽസും തമ്മിലൊരു ഡിഫറൻസ് തന്നെ എന്താണ്, നമ്മുടെ ദ പവർ ടു യൂസ് ലാംഗ്വേജ്, ഇസ്ൻ്റ് ഇറ്റ്. ലാംഗ്വേജ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നോം ചോംസ്കി എന്താണ് കണ്ടെത്തിയത്, ഹി സെഡ് ദാറ്റ് നമുക്ക് we already have an innate,
നമ്മളെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ആൻ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രൊഡ്യൂസ് ലാംഗ്വേജ് മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. ആ കഴിവിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലാംഗ്വേജിൽ കൂടുതൽ മാസ്റ്റേഴ്സ് ആക്കുന്നത്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാമർ സ്റ്റാർട്ട്സ് വിത്ത് ടെലഗ്രാഫിക് വേർഡ്സ്. അപ്പം നേരത്തെ നമ്മൾ ഹോളോഗ്രാഫിക് എന്ന് പറഞ്ഞു, ഇപ്പോൾ എന്താണ്? കൂടുതലായിട്ടുള്ള ടെലഗ്രാഫിക് വേർഡ്സിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രാമർ യൂസിങ് ഒക്കെ വരിക. ഫോർത്ത് വൺ ഈസ് മോർഫീംസ്. മോർഫീംസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടൊന്നും പറയാനുള്ള എന്താണ്? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് വിത്തിൻ എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൽ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്, എന്നാൽ നമുക്ക് ആ ഒരു ചെറിയൊരു കാര്യത്തിൽ തന്നെ നമുക്ക് ഒരുപാട് മീനിങ് കിട്ടും. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, കളിക്കാൻ പോവുകയാണ് എന്നുള്ളത്. സോ ഒരു സിംഗിൾ വേർഡ് തന്നെ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? വേർഡ് തരുന്നുണ്ട്. സോ മോർഫീംസ് ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് വിത്തിൻ എ ലാംഗ്വേജ്. സോ എക്സാമിൽ ഒരു പക്ഷേ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ഇസ് ദ, അല്ലെങ്കിൽ നെയിം ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് വിത്തിൻ എ ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മോർഫീംസ്. Fifth one is syntax. Syntax is actually a system of rules for combining words and phrases to form a grammatically correct sentences. So grammar എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It is a rules for using a language properly. ഇവിടെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ആയിട്ടാണ്, അതായത് വേർഡ്സിനെയും ഫ്രേസസിനെയും എല്ലാം കമ്പയർ ചെയ്തിട്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസസിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജംബിൾഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവോ? ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ജോൺ കിഡ്നാപ്ഡ് ദ ബോയ്. ജോൺ കിഡ്നാപ്ഡ് ദ ബോയ് മീൻസ് ദ ബോയ് വാസ് കിഡ്നാപ്ഡ് ബൈ ജോൺ, അല്ലേ? ജോൺ ഒരു കുട്ടിനെ കിഡ്നാപ്പ് ചെയ്തു. ഇൻസ്റ്റഡ് നമ്മൾ പറയാണ് ജോൺ ദ കിഡ്നാപ്ഡ് ബോയ്. ജോൺ ദ കിഡ്നാപ്ഡ് ബോയ് എന്ന് പറയുമ്പോൾ എന്തായി? മീനിങ് മാറി. ജോൺ എന്ന് പറയുന്നതാണ് ആ കിഡ്നാപ്പ് ചെയ്ത കുട്ടി എന്നായി. പക്ഷേ നമുക്ക് വേണ്ട ആക്ച്വൽ മീനിങ് എന്താണ്? ജോൺ ആ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നാണ്. അപ്പം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേർഡ്സിനെ തമ്മിൽ പ്രോപ്പറായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ത് പറയുന്നത്? സിൻടാക്സ് എന്ന് പറയുന്നത്. ഇനി സിക്സ്ത് വൺ ഇസ് പ്രാഗ്മാറ്റിക്സ്. സിക്സ്ത് എലമെൻറ്റ് ഈസ് പ്രാഗ്മാറ്റിക്സ്. So it is a practical aspects of communicating with others and social necessities of language. ഇതുവരെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരുപാട് എലമെൻറ്റ്സ് പറഞ്ഞു. ആ എലമെൻറ്റ്സ് ഒന്ന് സൗണ്ട് ആയിരുന്നു, പിന്നെ മീനിങ് വന്നു, പിന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു. ദെൻ കംസ് ദ സ്മോളസ്റ്റ് മീനിങ് യൂണിറ്റ് വിച്ച് ഗീവ്സ് എ മീനിങ്. ദെൻ ഗ്രാമർ വാസ് ദ പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഇൻവോൾവിങ് ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. എങ്ങനെ നമ്മൾ ഈ ഒരു ലാംഗ്വേജിനെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ കൊണ്ടുവരും, പ്രാക്ടിക്കലായിട്ട് ഇതിനെ നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും, നമ്മുടെ കോൺവേഴ്സേഷൻസിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. നോയിങ് ദാറ്റ് തിങ്സ് ലൈക്ക് ഹൗ ടു ടേക്ക് ടേൺസ് ഇൻ എ കോൺവേഴ്സേഷൻ, the use of test is to emphasize a point or indicate the need for information and the different ways in which one speaks to another people. എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുക, എങ്ങനെയാണ് നമ്മൾ കോൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ പോയിന്റിലാണ് നമ്മൾ നിർത്തേണ്ടത്, ഫുൾ സ്റ്റോപ്പ് എവിടെ ഇടണം, എന്തൊക്കെ ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുക്കണം, എങ്ങനെയുള്ള രീതിയിൽ കൂടുതലായിട്ടും പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അഡൾട്ട്സ് ടോക്ക് ടു സ്മോൾ ചിൽഡ്രൻ. അഡൾട്ട്സ് സ്മോൾ ചിൽഡ്രനോട് എങ്ങനെയാണ് സംസാരിക്കുക? നല്ല മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സംസാരിക്കും. ഇനി സ്മോൾ ചിൽഡ്രൻ അഡൾട്ട്സിനോടാണെങ്കിൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ദേ ടോക്ക്. സോ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലാണ് ഏറ്റവും കൂടുതൽ പ്രാഗ്മാറ്റിക്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഈസ് ഇൻറ്റൊണേഷൻ. ഇൻറ്റൊണേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോയിങ് ജസ്റ്റ് വാട്ട് റിതം ആൻഡ് എംഫസൈസ് ടു യൂസ് വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതേഴ്സ്. നമ്മൾ പറയുമ്പോൾ ടോൺസ് എങ്ങനെ യൂസ് ചെയ്യണം, നമ്മുടെ ഇൻറ്റോണേഷൻസ് എങ്ങനെയായിരിക്കണം. ഇൻറ്റോണേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളോട് പറയാം, ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ് ടോക്ക്. ഇവിടെ വാ എന്ന് പറഞ്ഞാൽ ദ റേസ് ഇൻ സൗണ്ട് ചേഞ്ചസ്, ഇസ്ൻ്റ് ഇറ്റ്? ഒരു കമാൻഡായി, പീഡിപ്പിക്കലായി. ഇനി നമ്മൾ നമ്മുടെ ഒരു എൽഡേഴ്സിനോട് പറയാണ്, എനിക്ക് അതൊന്ന് തരുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വാട്ട്? എ പ്ലീസിങ് വൺ, ഇസ്ൻ്റ് ഇറ്റ്? അതൊന്ന് താ എന്ന് പറഞ്ഞാൽ ഇറ്റ് ചേഞ്ചസ്. സോ നമ്മൾ എവിടെയൊക്കെ ഇൻറ്റൊണേഷൻ, നമ്മുടെ റിതം എങ്ങനെയായിരിക്കണം, നമ്മൾ എവിടെ എംഫസൈസ് കൊടുക്കണം, ഇതെല്ലാം നോക്കുന്ന ആളാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, എത്ര ഹൈ പിച്ച് ലോ പിച്ച് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന ആളാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. സോ
In this class, we already discussed about structure of language, which is very important. So go through this portion and make notes correctly. Note your doubts. നമ്മൾ എല്ലാ മൺഡേയ്സിലും ഇനി വരുന്ന ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുക. സോ പ്ലീസ് ഗോ ത്രൂ ദ വീഡിയോ ആൻഡ് clear your doubts. Thank you.